മോർണിംഗ്. മോർണിംഗ്. എന്റെ പേര് സുരേഷ്. നമുക്ക് ഈ സുപ്രഭാതം തന്ന ഈശ്വരന് വേണ്ടി ഒരു നിമിഷം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ, എനിക്ക് ഇവിടെ ഇച്ചിരി റേഞ്ച് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ട് എനിക്ക്. അപ്പൊ ഇന്നത്തെ ഈ ദിവസത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. കാരണം ഞാൻ ഒരു പ്രിപ്പയർഡ് ഒന്നും അല്ല, എങ്കിൽ കൂടിയും ഈ ഭക്ഷണത്തെ കുറിച്ച് പറയാൻ നമുക്ക് അധികം പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ട്. എനിക്ക് ഒരു ദിവസം പറഞ്ഞാൽ തീരാത്തത്ര റിസൾട്ട് എന്റെ ബോഡിയിൽ തന്നെ ഉണ്ട്. അപ്പൊ എനിക്ക് ഈ ഭക്ഷണത്തിനെ കുറിച്ചാണ് എനിക്കിന്ന് പറയാനുള്ളത്. എനിക്ക് കിട്ടിയ അനുഭവങ്ങളാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. സെലിമിക്കലെ പോലെ ഒരു ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത് ഞാൻ വരും. പക്ഷെ ഇന്ന് ഞാൻ എന്താ പറയാ, നമ്മുടെ ഈ ഭക്ഷണത്തിലെ പിച്ച് വരുന്ന ഒരു ലേഡിയാണ്. അതുകൊണ്ട് എന്തെങ്കിലും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് എല്ലാവരും ക്ഷമിക്കുക. എന്റെ കുടുംബമാണല്ലോ ഇത്. ഈ ബയോട്രിയും നമ്മുടെ കുടുംബം എന്നാണ് നമ്മൾ പറയണേ. അപ്പൊ ഈ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് എന്ത് പറയണേലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പൊ എന്റെ തെറ്റുകുറ്റങ്ങള് എന്നോട് എല്ലാവരും ക്ഷമിക്കുമെന്ന് എനിക്കറിയാം. കാരണം ഭാസ്കരൻ സാറ്, പിന്നെ അങ്ങനെ ഗീത പ്രകാശ്, ഞാൻ സൂമിൽ കയറുമ്പോ എന്റെ ഫ്രണ്ട്സാണ് അവര്. അവരിലൂടെയാണ് പിന്നെ ഞാൻ മറ്റുള്ളവരിലേക്ക് എത്തിയത്. ചാക്കോ സാറ്, അങ്ങനെ അത് ഞാൻ ഇവരുടെയൊക്കെ പേര് എടുത്തു പറയാൻ കാരണം ഞാൻ ആദ്യമായി സൂമിൽ കയറുന്ന സമയത്ത് കൂടുതലും കണ്ടിരുന്ന മുഖങ്ങളാണ് ആദ്യമായിട്ട്. അപ്പൊ ആദ്യമായി കാണുന്നവര് എന്താ പറയാ, അവരോട് എനിക്ക് ഒത്തിരി അറ്റാച്ച്മെന്റ് ആണ്. എവിടെ കണ്ടാലും സന്തോഷമാണ്. എന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷമാണ്. അപ്പൊ എപ്പോഴും ഞാൻ പറയാറുള്ള എന്റെ ഫാമിലി, എന്റെ കുടുംബം എന്ന് ഞാൻ പറയുള്ളൂ. ഈ ബയോട്ടോറിയം നമ്മളെല്ലാം ഒരു കുടുംബമാണ്. അതായത് എനിക്ക് ഒരു 2 വർഷം മുമ്പ് ഞാൻ ശരിക്കും ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ചിരിക്കേണ്ട ആളല്ല. എന്റെ കാലം കഴിഞ്ഞു എന്ന് വരെയും എന്നെ കാണുന്നവരെല്ലാം എന്നോട് ചോദിക്കും, നമുക്ക് ഏറ്റവും എന്തു പറ്റി, ഇതോ വല്ലാണ്ട് ഇങ്ങനെ ക്ഷീണിച്ചു പോയല്ലോ, എന്താ പറ്റിയത്? അപ്പൊ എനിക്ക് ഷുഗർ കവർന്ന് അത്രയ്ക്കും ഞാൻ അവരെ കുറ്റം പറയാൻ പറ്റും. ഒരു രൂപം സ്നേഹം കൊണ്ട് നമ്മളോട് പറയണതാണ്. പക്ഷെ അത് കേൾക്കുമ്പോ ടെൻഷനാണെങ്കിലും നല്ല കാല് നനയ്ക്കാൻ പറ്റില്ല, നിലയ്ക്ക് തുണി കഴുകാനുണ്ടാവും, ഇഷ്ടംപോലെ പാത്രം കഴുകാനുണ്ടാവും, മക്കള് പുറത്തോട്ട് വരുമ്പോ അവര് നമ്മൾ എന്തെല്ലാം രീതിയിൽ സംരക്ഷിക്കണം. പക്ഷെങ്കില് എനിക്ക് അതിനൊന്നും കഴിയാറില്ല. അവര് വന്ന് എന്നെയാണ് സംരക്ഷിക്കുന്നത്. കാലും പൊക്കി വെച്ച് എപ്പോഴും ഇങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് നമുക്കൊരു മനസ്സിന് ഒരു സന്തോഷം ഉണ്ടാവില്ല. കാരണം ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ എന്ന് പറഞ്ഞപ്പോ സന്തോഷക്കാർ പറഞ്ഞില്ലേ, കണ്ണില്ലെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല, പിന്നെ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ കണ്ണിന്റെ കാഴ്ചകൾ കുറഞ്ഞു വരുന്നു. ഇങ്ങനെയൊക്കെയായി വളരെ ദുഃഖിതയായിരിക്കുന്ന സമയത്താണ് എനിക്ക് നമ്മുടെ കളമശ്ശേരി യൂനിസ്ബായി ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്നത്. എന്റെ നാട് കളമശ്ശേരിയാണ് ശരിക്കും. എന്റെ നാട്ടുകാരനാണ് യൂനിസ്ബായി. അപ്പൊ ഞാനിപ്പോ സ്ഥലം വാങ്ങി വീട് വെച്ചിരിക്കുന്നതാണ് എടത്തല പഞ്ചായത്ത്. അപ്പൊ യൂനിസ്ബായി എന്നോട് പറഞ്ഞു, വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്ന ആളാണ് യൂനിസ്ബായി. കുറെ കാലം മുമ്പ് അറിയാവുന്ന ആളാണ്. അപ്പൊ എന്റെ ഈ അസുഖം അറിഞ്ഞു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ചേച്ചി എന്റെ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ചേച്ചി ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്ക് എന്ന് പറഞ്ഞപ്പോ ചില ആളുകൾ പറയില്ലേ, കുറെ നാള് ഞാൻ അത് അവഗണിച്ചു വാങ്ങിക്കാൻ. എന്നോട് എന്റെ സുഹൃത്ത് പറഞ്ഞിട്ട് ഞാൻ അത് വാങ്ങിയില്ല, അല്ലെ എന്റെ കൂടപ്പിറപ്പ് വാങ്ങിച്ച് പറഞ്ഞിട്ട് പോലും വാങ്ങാത്ത ആൾക്കാരുണ്ട്. ശരിക്കും ഈ നമ്മുടെ ഈ ബയോട്ടർ എന്ന പ്രൊഡക്റ്റ് ഒരു ദൈവാനുഗ്രഹമുള്ള പ്രൊഡക്റ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം അനുഗ്രഹിച്ചിട്ടുള്ളവരുടെ അടുത്തേക്കാണ് ആ പ്രൊഡക്റ്റ് വരുന്നത്. അപ്പൊ അത് നിരസിച്ച് കളഞ്ഞത് ദൈവാനുഗ്രഹം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എനിക്ക് യൂനിസ് ഇത് പറഞ്ഞപ്പോ യൂനിസ് സാർ ഇത് പറഞ്ഞപ്പോ ഞാൻ ഒരേ ഒരു കാര്യം പറഞ്ഞോളൂ, ഇത്രയും പൈസ ഇപ്പൊ എടുക്കാനുണ്ടാവുന്നു ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ യൂനിസ് എന്നോട് ഒരു കാര്യം, യൂനിസ് സാർ എന്നോട് ഒരു കാര്യം പറഞ്ഞു, ചേച്ചി ഹെൽത്ത് ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ. അപ്പൊ
ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റുള്ളൂ. സത്യമാണ്. ആ ഒരു വാക്ക് മാത്രമാണ് എനിക്ക് എന്നിലേക്ക് ഭയങ്കരമായി ആകർഷിച്ച ഒരു വാക്കാണത്. സത്യത്തിൽ അതിൽ 100 വാക്കിന്റെ ഒരു അർത്ഥമുണ്ടാവും ഒരു വാക്കില്. കാരണം നമ്മൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ജോലി ചെയ്താലല്ലേ വീട്ടിലേക്ക് സമ്പാദ്യം ഉണ്ടാവുള്ളൂ. ജോലിക്ക് പോകുന്ന ലേഡിയായിരുന്നു ഞാൻ. അപ്പൊ ഈ അവസ്ഥയിൽ ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. സത്യം, ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു, വീട്ടുകാരനോട് പറഞ്ഞു, ഞാൻ പ്രൊഡക്റ്റ് വാങ്ങിച്ചു. ദൈവം നേരിട്ട് ഇറങ്ങി എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു. കാരണം ഒരു 3 മാസം, അതായത് എന്നോട് യൂനിസ് സാർ എങ്ങനെ പറഞ്ഞോ അതേ രീതിയിൽ ഞാൻ അത് ഉപയോഗിച്ചു. കാരണം എനിക്ക് 2-3 ദിവസം കൊണ്ട് ഉറക്കം, നമ്മൾ രാത്രിയിൽ ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു കഴിഞ്ഞാല് എനിക്ക് പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് ഉറക്കം കിട്ടത്തില്ല. പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് നേരം വിളിപ്പിക്കും. പിന്നെ അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ടയർഡായി പോകും. ജോലിക്ക് പോകുമ്പോഴത്തെ ടയർഡ്, കുറച്ച് കഴിയുമ്പോൾ അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങൽ, എപ്പോഴും ഇങ്ങനെ ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ഒരു സഹകരണം ഉണ്ടായിരുന്നോണ്ടാണ് പിന്നെ ഞാൻ അവിടെ ജോലിക്ക് തുടരാൻ പറ്റിയത്. അതൊക്കെ കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞപ്പോ എന്നില് മാറ്റങ്ങൾ വന്നു തുടങ്ങി. നല്ലപോലൊരു മാറ്റം വന്നു തുടങ്ങി. എന്റെ വീട്ടുകാർക്കും എന്റെ മോക്കാണ് ഏറ്റവും സന്തോഷമായത്. എന്നെ മോളെ കല്യാണം കഴിച്ചു വിട്ടതായിരുന്നു. പക്ഷെ എനിക്ക് വേണ്ടി അത് എന്റെ വീട്ടിൽ വന്ന് നിൽക്കേണ്ട ഒരു അവസരം വന്നു. അപ്പൊ എന്റെ മോക്ക് ഭയങ്കര സന്തോഷമായി എന്റെ അമ്മയിൽ വന്ന മാറ്റങ്ങള്. അങ്ങനെ 3 മാസം കഴിഞ്ഞു. 6 മാസമായപ്പോഴേക്കും ആളുകൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു തുടങ്ങി, ചേച്ചി എന്താ ഇത്ര വലിയ മാറ്റം ചേച്ചിക്ക്? ചേച്ചി എന്താ കഴിക്കണത്? സത്യം പറഞ്ഞ എനിക്ക് തന്നെ അതിശയം, എന്റെ വീട്ടുകാർക്ക് അതിശയം, എന്റെ അയലക്കത്തുള്ളവർക്ക് അതിശയം. കാലൊക്കെ ഇങ്ങനെ പഴുക്കുമായിരുന്നു എനിക്ക്. എല്ലാം ദൈവം എന്നെ തൊട്ടനുഗ്രഹിച്ചതുപോലെ, എന്റെ അടുത്ത് വന്ന് എന്നെ തൊട്ടനുഗ്രഹിച്ചതുപോലുള്ള അനുഭവങ്ങളായിരുന്നു എനിക്ക്. അപ്പൊ ഏറ്റവും കൂടുതൽ എപ്പോഴും ഞാൻ ചിരിച്ച് സന്തോഷിച്ച് ഞാൻ പോകുന്ന വഴിയെല്ലാം എന്റെ 2 വീലറില് ആരെ കയറ്റാൻ പറ്റുമോ അവരെയൊക്കെ കയറ്റും. എല്ലാവരോടും വളരെ ഹാപ്പിയായി ജീവിക്കുന്ന ഒരാൾ, എപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെ എന്നെ കാണാറുള്ള ആൾക്കാര്. എന്റെ ഉള്ളിൽ ഇത്രയും വേദനകളുള്ളതൊന്നും ആർക്കും അറിയാൻ പാടില്ല. പിന്നെ എന്റെ രൂപം കണ്ടിട്ടാണ് അവർ മനസ്സിലാക്കിയിരുന്നത്. പിന്നീട് ഇവരിങ്ങനെ എന്നെ കുറിച്ച് ഇങ്ങനെ അയ്യോ ചേച്ചി എന്ത് ഭംഗിയായി അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി എനർജി കൂടും. മറ്റുള്ളവരിങ്ങനെ പറയണ കേൾക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി ചെറുപ്പമാവാനും എനർജറ്റിക് ആവാനും. അങ്ങനെ പിന്നെ യൂനിസ് സാർ എന്നെ വന്ന് കണ്ടു. എന്റെ കമ്പനിയുടെ അവിടെ വന്ന്, എന്റെ കമ്പനിയുടെ അടുത്താണ് വീട്. അപ്പൊ അവിടെ വന്നു കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് കൂട്ടത്തില് പറഞ്ഞു, ചേച്ചിക്ക് ഇനിയും ഇത് മറ്റുള്ളവരിലേക്ക് പറയാം, ചേച്ചിക്ക് ഒരു ബിസിനസ് കൂടിയാണ് ഇത്. അന്നേരമാണ് സത്യത്തിൽ എന്നോട് പറയുന്നത്. അല്ലാതെ ഒരു ബിസിനസിന് വേണ്ടി ഒന്നും നമ്മുടെ ഈ ബയോടൂറിയത്തിലേക്ക് വന്ന ആളല്ല ഞാൻ. അങ്ങനെ എന്നെ കണ്ടുകൊണ്ട് തന്നെ ഇന്നും ഞാൻ സെയിൽ ചെയ്യുന്നത് എന്റെ ബോഡി വിറ്റിട്ടാണെന്ന് പറയും. കാരണം വെച്ചാൽ ഞാൻ ബോഡിയിലുള്ള മാറ്റങ്ങള്, മുടിയെല്ലാം പോയി, പുരികം മുഴുവൻ പൊഴിഞ്ഞു പോയി. അപ്പൊ ആ ഒരു അവസ്ഥയിൽ അതെല്ലാം ഇങ്ങനെ തിരിച്ച് ചേച്ചിക്ക് മുടിയെല്ലാം വന്നല്ല, പുരിയൊക്കെ നല്ല മോളൊക്കെ എന്നോട് പറയും അമ്മയുടെ പുരിയൊക്കെ ഒഴിഞ്ഞു പോയതെല്ലാം വന്നു. ഇതൊക്കെ നമുക്കൊരു ബൂസ്റ്റ് കുടിക്കുന്ന എനർജിയാ. മറ്റുള്ളവർ നമ്മളോട് പറയുമ്പോ നമ്മൾ വീണ്ടും ചെറുപ്പമായിക്കൊണ്ടിരിക്കാം. ഇപ്പോഴും എല്ലാരും എന്നെ കാണുമ്പോ ഇപ്പൊ ഒന്നേ പറയാനുള്ളൂ, ചേച്ചി എന്ത് മാറ്റാ ചേച്ചിക്ക് വന്നത് ദൈവം. അപ്പൊ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അപ്പോ എന്നും നമ്മൾ റോഡിലോട്ട് ഇറങ്ങിയാലും നമ്മുടെ ഈ ബയോടൂറിയത്തെ കുറിച്ച് പറയാൻ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല. എത്ര പേരോട് ഒരു ദിവസം പറയും. എല്ലാവരും എടുക്കുമെന്ന് വിചാരിച്ചൊന്നും ഞാൻ ആരോടും ഒരു കാര്യവും പറയാറില്ല. എന്റെ ഒരു വിശ്വാസമാണ് ഈ ബയോടൂറിയം ദൈവം അവരിൽ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ ബയോടൂറിയം എടുക്കും. അല്ലാതെ നമ്മൾ കുറെ ഇങ്ങനെ പറഞ്ഞ് പുറകെ നടന്ന് അവര് പിന്നെ അവർക്ക് സംശയമുള്ളവരുടെ അടുത്തേക്ക് ഞാൻ അധികം പോകാറില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ കണ്ടും എന്റെ ഫ്രണ്ട്സും എനിക്ക് പരിചയമുള്ളവരും എല്ലാം നമ്മുടെ ഈ ബയോടൂറിയം എന്ന് കേൾക്കുമ്പോൾ തന്നെ, എന്നെ കാണുമ്പോൾ തന്നെ ഇപ്പൊ ആൾക്കാർ പറയും ചിലപ്പോ ഈ ബയോടൂറിയം എന്നോണ്ടെന്നാ പറയുന്നത്. നമ്മുടെ കടകളില്, എന്റെ ജംഗ്ഷനില് എല്ലാ ആൾക്കാരും അത് കേൾക്കുമ്പോ എനിക്ക് ശരീരത്തിൽ ഒരു കുളിർമയാണ്. നമ്മൾ ഈ ബയോടൂറിയം എന്ന് കേൾക്കുന്നതന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഞാൻ കൊടുത്ത ലേഡികളിൽ ആദ്യം ഞാൻ കൊടുത്തത് എന്നെ പോലെ തന്നെ ഷുഗർ വന്ന് 30 വർഷമായിട്ട് കൈയൊക്കെ വിറയ്ക്കുന്ന എന്റെ ഒരു ഫ്രണ്ടിനാണ്.
10,700 ഞാൻ സാറിനോട് പറഞ്ഞു. പ്രൊഡക്റ്റ് കൊണ്ടുവന്നു. അന്ന് 10,400 അങ്ങനെ കണ്ടായിരുന്നു, ഓർക്കണില്ല ആ പ്രൊഡക്റ്റിന്റെ വില. ഞാനും യൂസുഫായും അവിടെ ചെന്ന് പറഞ്ഞപ്പോ ഒന്നും പറയണ്ട, എനിക്ക് അവളെ കണ്ടപ്പോ മനസ്സിലായി എന്നും പറഞ്ഞിട്ട് ആദ്യത്തെ എന്റെ സെയിൽ അവിടെയായിരുന്നു. പിന്നെ എന്റെ ഫ്രണ്ട്സിൽ എല്ലാരും കുറെ ആളുകൾ നമ്മുടെ ഈ ബയോട്രിയം എടുത്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. കാരണം നമ്മുടെ ഓരോ മീറ്റിങ്ങും എന്നെ കഴിവത് ഞാൻ പറഞ്ഞ് അവിടെ എത്തണത്. നൈനമ്മക്കൊക്കെ അറിയാം, എവിടെ വന്നാലും ഞാൻ അവരെ കെട്ടിപ്പിടിച്ച് എന്റെ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് നമ്മുടെ ഈ സൂമിൽ കാണുന്ന എല്ലാവരെയും മീറ്റിങ്ങിൽ കാണുമ്പോൾ എന്റെ ഒരു സന്തോഷം ഞാൻ അവിടെ പ്രകടിപ്പിക്കാറുണ്ട്. ഞാൻ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നൊന്നും ഒരിക്കലും ഞാൻ വിചാരിക്കാറില്ല. എന്റെ ഇഷ്ടം ഞാൻ പ്രകടിപ്പിച്ചു. നമ്മള് ഇപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ കോഴിക്കോട് ഏതൊരു നാട്ടിൽ പോയാലും നമ്മുടെ ഈ ബയോട്ടോറിയം കുടുംബം ആ ഒരു വിശ്വാസത്തോടു കൂടി നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. ഇപ്പൊ ഒരു രാത്രി തങ്ങേണ്ടി വന്നു, സാറൊക്കെ ആണെങ്കിലും എന്നോട് പറയും, ചേച്ചി ധൈര്യമായി കയറിക്കോ, ഞങ്ങളല്ലേ ഇവിടെ. ആ വാക്ക് എവിടെയോ കിടക്കുന്നവരാണ്. സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ ധൈര്യമായി കയറിക്കോ, ഞങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഏത് രാത്രി ചെന്ന് നമ്മൾ അവിടേക്ക് ഇറങ്ങിയാലും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനും എന്തിൽ നിന്ന് നമുക്ക് കിട്ടി? നമ്മുടെ ഈ ബയോട്ടോറിയം. അപ്പൊ ഈ ബയോട്ടോറിയം നമുക്ക് തരുന്ന ഒരു സുരക്ഷിതം സാർ ജോഷി സാറ് നമ്മളിലേക്ക് എത്തിച്ച ഈ ഒരു ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പ്രൊഡക്റ്റ് ആരുടെ കയ്യിലുണ്ടോ അവര് ഭാഗ്യം ചെയ്തവരാണ്. അവർക്ക് ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോരോ അനുഭവങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇങ്ങേറ്റം നമ്മുടെ നഖം പോലും, ഈ നഖമൊക്കെ നമ്മളെ കറുത്തിട്ടിങ്ങനെ എന്താ പറയാ ഭയങ്കര മെനകേടാവും നമ്മുടെ നഖം കാണാനായിട്ട്, ഷുഗർ പേഷ്യന്റ് ഒക്കെ. അതൊക്കെ മാറി പുതിയ നഖം വരും, നമുക്ക് നല്ല വെളുത്ത് നല്ല സുന്ദരമായ നഖങ്ങൾ വരും. ഇതൊക്കെ നമ്മുടെ ബോഡിയെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളിൽ എന്തോരം മാറ്റങ്ങളാണ് നമ്മുടെ ഈ ബയോട്ടോറിയം. വെള്ളം, നമ്മൾ ഈ വെള്ളം നമ്മൾ കുടിക്കും. എനിക്ക് വെള്ളമില്ലാതെ, ഈ വെള്ളം ഇല്ലെങ്കിൽ ഞാൻ മരിച്ചെന്നുള്ളതാണ്. കാരണം ഞാൻ പോകുമ്പോൾ 2 വീലറിലായാലും എവിടെയായാലും പോകുമ്പോൾ ഞാൻ ഈ വെള്ളം കൊണ്ടുപോകും. കാരണം എനിക്ക് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കര എന്തോ ഒരു വിഷമം. കാരണം അങ്ങനെ ഒരു ശീലമായിപ്പോയി. അപ്പൊ എനിക്ക് ഈ വെള്ളം ഇല്ലാതെ, കാരണം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഞാൻ കുറച്ച് അഹങ്കരിച്ചു. ഷുഗറൊക്കെ കുറഞ്ഞു, അയൺ ലേഡിയായി എന്നൊക്കെ വന്നപ്പോഴേക്കും ഞാൻ പായസം കുറച്ച് കഴിച്ചു. എന്റെ അമ്പലത്തില് 10 ദിവസം ഉത്സവം ആയപ്പോഴത്തേക്ക് പായസം കുറച്ച് കുടിച്ചു, കുറച്ച് ചോറ് തിന്നു. രാവിലെയും വൈകുന്നേരം അമ്പലത്തിൽ ചോറുണ്ട്. അപ്പൊ എല്ലാരും കൂടി ആവുമ്പോ അതും കുറച്ച് കഴിക്കും. നമ്മുടെ പത്തിന് ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ ആവശ്യമില്ലാതെ നമ്മുടെ ബോഡിയിലേക്ക് മധുരങ്ങൾ ഇങ്ങനെ ചെന്നപ്പോ എനിക്ക് വീണ്ടും ഷുഗർ കൂടി, നല്ലപോലെ ഷുഗർ കൂടി. അതിനൊരിക്കലും നമ്മുടെ പ്രോഡക്റ്റിനെ കുറ്റം പറയാൻ പറ്റത്തില്ല, നമ്മളെ കുറ്റം പറയാം. നമ്മള് ആവശ്യമില്ലാത്ത മധുരങ്ങൾ വാരി വാരി കഴിച്ച് ഷുഗർ പേഷ്യന്റായി വീണ്ടും മാറുവാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ അങ്ങനെ ആരെങ്കിലും എന്റെ പ്രോഡക്റ്റ് എടുത്തിരിക്കുന്ന, ഈ ബാറ്ററി എടുത്തിരിക്കുന്ന, എന്നോട് എടുത്തിരിക്കുന്ന ആരും ഇതിന്റെ റിസൾട്ട് കിട്ടില്ല എന്ന് പറഞ്ഞാലും ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല, വിട്ടുകൊടുക്കത്തുമില്ല. കാരണം അവരുപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്ന രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബയോട്ടറിയം ഇനി ഈ ലോകത്തിൽ ഇത്രയും ഈശ്വരന്റെ കയ്യൊപ്പുള്ള ഒരു പ്രൊഡക്റ്റ് ഇറങ്ങാൻ പോകുന്നില്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ എന്താ പറയാ, ഈ പായസം കുടിച്ച് ഇങ്ങനെ ഷുഗർ കൂടിക്കഴിഞ്ഞപ്പോ വീണ്ടും എനിക്ക് മരുന്ന് കഴിക്കേണ്ടി വന്നു. അത് ആരുടെ കുഴപ്പാ? നമ്മുടെ ഈ ബയോട്ടറിയത്തിനെ കുഴപ്പം പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അങ്ങനെ വീണ്ടും ഞാൻ പഴയ പോലെ നോക്കി മധുരമൊന്നും കഴിക്കാണ്ട് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. അല്ലാതെ നമുക്ക് ഈ വെള്ളം കിട്ടി ഇത്രയും മാറി എന്നും പറഞ്ഞ് നമ്മൾ തോന്നിയ പോലെ ജീവിച്ചിട്ട് വീണ്ടും രോഗങ്ങൾ വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ പ്രൊഡക്റ്റിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഞാൻ എന്റെ അനുഭവങ്ങളാണ് മറ്റുള്ളവരോട് പങ്കുവെക്കുന്നതെന്ന് പറഞ്ഞത്. ഇപ്പൊ ഞാൻ ആരെങ്കിലും എന്നോട് എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറഞ്ഞാൽ പറയും, ശരിക്കും നമ്മൾ ശ്രദ്ധിക്കാത്തോണ്ടാണ് അത് അങ്ങനെ വരുന്നത്, എനിക്ക് അങ്ങനെ സംഭവിച്ചു. അതുകൊണ്ട് നമ്മൾ ഒരു ഗ്യാരണ്ടിയും പറഞ്ഞ നമ്മുടെ പ്രൊഡക്റ്റ് ആർക്കും ഞാൻ കൊടുക്കാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗങ്ങൾ വരാതിരിക്കില്ല. ഹോസ്പിറ്റൽ വേണം, വേണ്ടെന്ന് പറയാൻ പറ്റില്ല, എല്ലാം വേണം. പക്ഷെ നമ്മുടെ ഈ പ്രൊഡക്റ്റ് കൊണ്ട്, നമ്മുടെ ഈ ബയോട്ടോറിയം എന്ന ഈ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പ്രൊഡക്റ്റ് കൊണ്ട് കിട്ടുന്ന എനർജി, ആരോഗ്യം, അതൊന്നും വേറെ തന്നെയാണ്. അത് ഉപയോഗിക്കുന്നവർക്ക് അത് മനസ്സിലാവും.
അങ്ങനെ ഈ ബയോഡേറ്റയെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞോണ്ടേയിരിക്കണം. അപ്പൊ പുറത്തോട്ട് ഇറങ്ങിയാലും എന്റെ ഫ്രണ്ട്സ് ഒക്കെ വർത്താനം പറഞ്ഞു വരുമ്പോഴത്തേക്കിനും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നത്തിലേക്ക് വരും, ഉടനെ തന്നെ ഈ ബയോഡേറ്റത്തിലേക്ക് വരും. അപ്പൊ ഒരു ദിവസം പോലും നമുക്ക് ഈ ബയോഡേറ്റത്തെ കുറിച്ച് സംസാരിക്കാതെ ഉറങ്ങാൻ പറ്റില്ല. മനോജ് സാർ പറഞ്ഞത് സത്യമാണ്. നമ്മള് പുറത്തേക്ക് ഇറങ്ങിയ 10 പേരോടെങ്കിലും പറയണമെന്ന് പറയും. പക്ഷെ നമ്മള് ബസ്സിൽ കയറിയാലും പറയും. ഷാജിക്ക കണ്ടില്ലേ, ഞങ്ങള് മലപ്പുറം പോയപ്പോ, കോഴിക്കോട് പോയപ്പോ ഷാജിക്ക ട്രെയിനിൽ ഇരുന്ന് തന്നെ ഡെമോ കൊടുക്കുകയും പറയുകയും ചെയ്തു. കാരണം ഷാജിക്കയെ പോലുള്ളവരും എന്റെയൊക്കെ ബ്ലഡിലേക്ക് ഈ ബയോട്രെയിൻ കലർന്നു പോയി. നമുക്കധികം മറ്റൊന്നും സംസാരിക്കാനില്ല. അങ്ങനെ ഈ ബയോട്രീതിനെ കുറിച്ച് സംസാരിച്ച് ഇപ്പൊ നമുക്ക് സാഗർ ജോഷി സാർ തന്നിരിക്കുന്നത് ഒത്തിരി സെയിൽ ചെയ്യാനുള്ള ഈ എന്താ പറയാ, പിന്നെ നമ്മുടെ അട്രാബറി ജ്യൂസ്, പശുവിന്റെ നെയ്യ്, അതൊക്കെ ഞാൻ ഭയങ്കരമായി സെയിൽ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പം എന്തുകൊണ്ടും അന്ന് ജോലിക്ക് പോകാതെ അത് വേണ്ടാന്ന് വെച്ചത് മനോജ് സാർ പറയില്ലായിരുന്നു, കപ്പല് കത്തിക്കെന്ന്. അപ്പൊ അന്ന് പറഞ്ഞ പോലെ ജോലി വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞ വർഷം നമുക്ക് അങ്ങനെയുള്ള ഒരു വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ വർഷം ഈശ്വരൻ അനുഗ്രഹിച്ച് നമുക്ക് അൾട്രാബെറി ജ്യൂസ് വന്നു, ഗീർ പശുവിന്റെ നെയ്യ്, മോർ പവർ. അപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ സെയിൽ ചെയ്യുന്നത് ഗീർ പശു മറ്റേ അൾട്രാബെറി ജ്യൂസ് ആണ്. കാരണം ഇത് ഞാൻ പറയില്ല, നമ്മുടെ ഫ്രണ്ട്സ് ആണ് നമ്മുടെ മുതൽക്കൂട്ട്. അപ്പൊ എന്റെ കൂട്ടുകാരികളിലേക്കൊക്കെ ഞാൻ ഇത് കഴിച്ചിട്ട് ഒരു കുപ്പി ഞാനിത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ ഞാൻ ഉപയോഗിച്ചിട്ട് സെയിൽ ചെയ്യുള്ളൂ. അപ്പൊ ഞാൻ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു. അപ്പൊ അവര് എന്നാ നോക്കാം, അങ്ങനെയാണ് എനിക്ക് സെയിൽ ചെയ്യണത്. അപ്പൊ എന്നോട് പലരും ചോദിക്കും, ചേച്ചി എങ്ങനെയാ ഇത് സെയിൽ ചെയ്യണേന്ന്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ട്രിക്ക്. അപ്പൊ ഞാൻ അങ്ങ് കൊടുത്തിട്ട് പറയും, നീ ഇത് ഉപയോഗിച്ചിട്ട് എന്റെ അക്കൗണ്ടിലേക്ക് കാശുണ്ട്, അങ്ങനെയാ പറയണേ. അപ്പൊ ഒന്ന് ഉപയോഗിച്ച് കഴിയുമ്പോ അവർക്ക് നല്ല നല്ല റിസൾട്ടുകൾ കിട്ടുമ്പോ വീണ്ടും അവരെടുക്കും. അവര് അവരുടെ കൂട്ടുകാരികളോട് പറയും. പിന്നെ എന്റെ മോളാണേലും പാർലറിൽ കൊണ്ടുവച്ച് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ പാർലറിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ബ്യൂട്ടി പാർലർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒത്തിരി ആളുകൾ വരുന്ന സ്ഥലമാണല്ലോ. അപ്പൊ അവിടെ എന്റെ മോക്കും നല്ലൊരു സെയിലിംഗ് കിട്ടുന്നുണ്ട്. അതുപോലെ ഗീർ പശുവിന്റെ നെയ്യ്, നോർത്ത് ഇന്ത്യൻ കമ്പനി ആയിരുന്നു എന്റേത്, ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനി. ഈ നോർത്ത് ഇന്ത്യൻകാരോട് ഇതിനെക്കുറിച്ച് അധികം സംസാരിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം അവർക്ക് ഗീർ പശുവിന്റെ നെയ്യ് എന്താന്ന് നല്ലതുപോലെ അറിയാം, അതിന് എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്ന് അറിയാം. അതും എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മകള് നോർത്ത് ഇന്ത്യയിലുണ്ട്. അപ്പൊ അവിടുന്ന് വന്നെന്നറിഞ്ഞപ്പോ ഞാനൊരു ഗീർ പശുവിന്റെ നെയ്യൊക്കെ എടുത്തോണ്ട് അവിടെ ചെന്നു. സെയിൽ ചെയ്യാൻ വേണ്ടി ചെന്നതാണ്, അവൾക്ക് കൊടുക്കാലോന്ന് ഓർത്ത്. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്കിത് വേണ്ട, കാരണം അവിടെ അംഗൻവാടികളിൽ കൂടി അവര് കൊടുക്കുന്നത് ഗീർ പശുവിന്റെ നെയ്യാണ്. നമ്മളിവിടെ അംഗൻവാടികളിൽ കഞ്ഞിയും പയറും ഒക്കെയാണ് പണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അത് എനർജിയാണ് നമ്മൾ പറയുന്നത്, കഞ്ഞിയും പയറും അംഗൻവാടികളിൽ വിതരണം ചെയ്യുന്ന അതാണ് കുഞ്ഞുങ്ങൾക്ക്. പക്ഷെ അവിടെ നോർത്ത് ഇന്ത്യയിൽ അവര് സെയിൽ ചെയ്യണത് കുട്ടികൾക്ക് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി കൊടുക്കുന്നത് നമ്മുടെ ഗീർ പശുവിന്റെ നെയ്യാണ്. അപ്പൊ ഗീർ പശുവിന്റെ നെയ്യിൽ എന്തോ ഒരു ഗുണങ്ങളുണ്ടെന്ന് നോർത്ത് ഇന്ത്യൻ കമ്പനിയായ എന്റെ കമ്പനിയിലുള്ള സാറുമാരോട് ഇത് പറയേണ്ട ആവശ്യമില്ല. ഇതിനെ കുറിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ വർഷങ്ങൾക്ക് മുമ്പേ തൊട്ടെ, കുറെ കാലങ്ങൾക്ക് മുമ്പ് മുതലേ എന്റെ ബന്ധങ്ങളെല്ലാം എന്റെ മൊബൈലിലാണ്. എത്ര വർഷം കഴിഞ്ഞാലും ഗുഡ് മോർണിംഗ് അയക്കും, ഗുഡ് നൈറ്റ് അയക്കും. അന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ ഹസ്ബൻഡ് എന്നോട് പറയാം, 1/2 മണിക്കൂർ രാവിലെ ഗുഡ് മോർണിംഗ് അയക്കാനായിട്ട് എടുക്കാറുണ്ട്. അപ്പൊ അന്നത്തെ ആ ബന്ധം എനിക്ക് വളരെ ഉപകാരപ്പെട്ടു. കാരണം ഞാൻ എല്ലാവർക്കും അതിന്റെ കൂടെ ഈ ഒരു നമ്മുടെ ഈ പശുവിനെ നെയ്യും അല്ലെ ഒക്കെ ഇങ്ങനെ ഒരു അയക്കും. അപ്പൊ അപ്പൊ തന്നെ ചോദിക്കും എന്താണ് സംഭവം. അപ്പൊ ഗീർ പശുവിന് നെയ്യാന്ന് ഞാൻ കമ്പനിയിൽ ഇപ്പൊ പോണില്ല, അതുകൊണ്ട് തന്നെ ഞാൻ മൊബൈലിലൂടെയാണ് സാറുമാരുടെ വൈഫും അവരെല്ലാരുമായിട്ട് സംസാരിക്കുന്നത്. അപ്പൊ അവരൊക്കെ എന്നോട് പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു, ചേച്ചി കൊണ്ടുപോവാ, ഞങ്ങൾ എടുത്തോളാം. അപ്പൊ അവരൊക്കെ എന്റെ സ്ഥിരം കസ്റ്റമറാണ്. കാരണം ലക്ഷങ്ങള് ശമ്പളം വാങ്ങിക്കുന്ന സാറുമാരും അവരുടെ ഭാര്യമാരും ഒക്കെയാണ്. അത്ര വലിയൊരു കമ്പനിയാണ് എന്റെ. പിന്നെ അപ്പൊ അവിടെ ഉള്ളവരോട് നമ്മൾ ആദ്യം അത് സ്ഥിരം നെയ്യ് തികയണില്ല എനിക്കിപ്പോ. നെയ്യ് വരുന്നത് തീർന്നുകൊണ്ടിരിക്കുകയാണ്. മാസം എപ്പോഴും ഞാൻ റീപർച്ചേസ് ചെയ്യും. നെയ്യാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്.
അപ്പൊ ഇനിയിപ്പോ ബൾക്കായിട്ട് ചെയ്യണമെന്ന് ഞാൻ ഇന്നലെ ഞാൻ യൂസുഫായോട് പറഞ്ഞതേ ഉള്ളൂ. കാരണം നെയ്യ് തികയുന്നില്ല എനിക്ക്. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ നോക്കുമ്പോ ഒരു ലേഡി എന്ന നിലയിൽ ഞാൻ വർഷങ്ങളായി കമ്പനി ജോലി ചെയ്യുന്നു. ആ കമ്പനിയിലൊക്കെ നമ്മൾ ഒരു അടിമയാണ്. അടിമന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല. എന്നാലും നമ്മൾ എന്തൊക്കെ ചെയ്തെന്നാ പറഞ്ഞാലും അവർ പറയും അതങ്ങനെ ചെയ്യണം, ആദ്യം മേഡം അത് ഇങ്ങനെയാണ്. അതിപ്പോ ഏതോ ഗവൺമെന്റ് ജോലി ആയാലും ഏതോ ഓഫീസിലായാലും നമ്മൾ ചെയ്യുന്ന ഒരു അടിമപ്പണിയാണ്. പക്ഷെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഒരു ദിവസം അല്ലെ 2 ദിവസം കൂടുമ്പോ ഒരു നെയ്യ് പോയാലും അൾട്രാബെറി ജ്യൂസ് പോയാലും നമുക്ക് ഹാപ്പിയാണ്. ഞാൻ ഹാപ്പിയാണ്. കാരണം എങ്ങനെയായാലും ഞാൻ അത് സെയിൽ ചെയ്തിരിക്കും. കാരണം നമുക്ക് ഇന്ന് എന്റെ വരുമാനം അതാണ്. ഞാൻ അതിലൂടെയാണ് ജീവിക്കുന്നത്. ഇത്രയും നാൾ കമ്പനിയിലെ എന്റെ ജീവിതം നമ്മൾ നശിപ്പിച്ചതില് ഗൾഫിലൊക്കെ പോയി വന്ന ആളാണ് ഞാൻ. അങ്ങനെ എവിടെയും പോയി വിജയിച്ചു വന്നു. ഒരിടത്തും തോൽവിയൊന്നും സംഭവിച്ചിട്ടില്ല. അത് നമ്മളുടെ ഒരു ഞാൻ പരിചയപ്പെടുന്ന ആരും നൈനമോളെ പോലെ ചിരിച്ചുകൊണ്ട് എപ്പോഴും സന്തോഷത്തോടുകൂടി, അതുപോലെ എന്താ പറയാ, എല്ലാവരുടെയും പേരെടുത്ത് ഞാൻ പറയണില്ല. ഗീതാ പ്രകാശിനെ കാണാനില്ല, നമ്മുടെ ചേച്ചി പെരുപ്പുണ്ട്, ഇതിന് ചേച്ചി, അവരെല്ലാം എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സുകളാണ്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ഈശ്വരാനുഗ്രഹമാണ്. എവിടെ സന്തോഷത്തോടും ഹാപ്പിയോടും തന്നെയാണ്. പക്ഷെ പിന്നെ അറ്റാച്ച് ചെയ്തത് നമ്മുടെ ഈ ഫാമിലി, അവിടെ ഉണ്ടാകുന്ന സന്തോഷം. ഞങ്ങളിപ്പോ കല്ലൂര് മാസത്തിൽ 4 ബുധനാഴ്ചയുണ്ട്. 4 ബുധനാഴ്ച നമുക്ക് അവിടെ നമ്മളെ വിനോദ് സാർ നമുക്ക് ക്ലാസ് തരുന്നുണ്ട്. സത്യത്തിൽ ഇത്രയും സംസാരിക്കാൻ എനിക്ക് കഴിയുന്നത് തന്നെ യൂനിസ് ഭായി എന്ത് പറഞ്ഞാലും ശരിയാവും ചേച്ചി, ശരിയാകും. ഒരിക്കലും നമുക്കൊരു എന്താ പറയാ, മനസ്സ് വിഷമിക്കുന്ന ഒരു വാക്കേ പറയില്ല. അവിടെ നമ്മൾ രസിക്കാനാണ്. പിന്നെ ഇപ്പൊ ക്ലാസ്സുകൾ തുടങ്ങിയപ്പോ മിന്നൂസാന്റെ ക്ലാസ് കേൾക്കാൻ തുടങ്ങിയപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് വിനോദ് ദിവസവും ആഴ്ച തരുന്ന ക്ലാസ് ആണ് എന്നെയൊക്കെ ഇന്നിങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സംസാരിക്കാൻ ഒരു എനർജി കിട്ടിയത്. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ സംസാരിക്കുമ്പോൾ ഒരു ടെൻഷൻ, എന്റെ ഈ ഞങ്ങളുടെ ഈ ഏരിയയില് റേഞ്ച് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതിലേക്ക് വരുമ്പോൾ പേടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ ബയോട്ടോറിയം നെഞ്ചിലേറ്റിയ ആരും പരാജയപ്പെടില്ല, ഒരിക്കലും ഒരിടത്തും പരാജയപ്പെടില്ല. നമ്മള് ഈ പ്രൊഡക്റ്റ് കൊടുത്തിടത്തൊക്കെ ഫോളോ അപ്പ് വേണം. എനിക്ക് ഫോളോ അപ്പിലൂടെയാണ് സെയിൽ കിട്ടുന്നത്. കാക്കനാട് എവിടെയായാലും എൻ്റെ 2 വീലറിൽ ഞാൻ പോകും. എൻ്റെ യൂനിസ് ഭായി എൻ്റെ ലീഡർ, ഞാൻ അധികം അങ്ങനെയല്ല, എപ്പോഴും ഫോളോ അപ്പിന് പോകുന്നത് ഞാനാണ്. ഫോളോ അപ്പിന് പോയി ഇടയ്ക്ക് ഞാൻ പറയും സാറും കൂടി ഒന്ന് വരണം എന്ന് പറയും. അത് ഒരു വെച്ചുകഴിഞ്ഞാൽ അവർക്കൊരു ഇതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാത്തിനും എന്നെ പിന്താങ്ങാനായിട്ട് യൂനിസ് ഭായി, അഭിലാഷ് സാറ്, ഡാനിഷ് സാറ്, അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള എന്താ പറയാ സരിത, ഇവരുടെ എല്ലാം ഒരു പ്രൊട്ടക്ഷൻ എനിക്ക് നല്ലതുപോലെയുണ്ട്. പിന്നെ ഇപ്പൊ നമ്മള് ഗോൾഡൻ ബെല്ല് കലൂര് ഓഫീസ് അടിപൊളിയാണ്. ഞങ്ങളൊക്കെ ഇനി വളർന്ന് എന്താ പറയാ, മറ്റു സാറുമാരൊക്കെ സംസാരിക്കുന്നത് പോലെ ആവാൻ വേണ്ടി ഞാൻ നല്ലതുപോലെ പ്രയത്നിക്കും. ഞാൻ യൂനിസുമായി വന്നോ ആവോ? യൂനിസ്, എനിക്ക് റേഞ്ച് പോകുന്നൊരു പേടി. ഷാജിക്ക് റേഞ്ച് ഞാൻ പറയുന്ന കറക്റ്റ് ആണോ? പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണ്. നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ഇനിയിപ്പോ ആദ്യം ഞാൻ പറയുന്നില്ല. എനിക്ക് എന്റെ ഈ ബയോഡേറ്റിനെ കുറിച്ച് പറഞ്ഞാലൊന്നും തീരത്തില്ല. എന്തായാലും എനിക്ക് ഇത്രയും ഉയരങ്ങളിലേക്ക് എത്താൻ എന്നെ സഹായിച്ച, അതിനെന്നെ ആദ്യമായി എന്നിലേക്ക് ഈ ബയോട്ടോറിയം തന്ന യൂനിസ് സാറ് എനിക്ക് ഒത്തിരി എന്താ പറയാ, അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അതുപോലെ അഭിസാറ്, എല്ലാവരെയും ഒരിക്കൽ കൂടി, മനോജ് സാറിന്റെ ക്ലാസ്, അതുപോലെ ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു ടെൻഷൻ വന്നു. അതാണ് ഞാൻ എന്തായാലും ഇത്രയും പറയാൻ എനിക്ക് കഴിഞ്ഞതിൽ ഈശ്വരന് നന്ദി പറയണു. എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയണു. ഞാന് യൂനിസ് സാറിനെ വിളിക്കും. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഇന്ന്.
കാരണം എന്റെ കൂടെ നിൽക്കുന്ന ഒരാള് ആദ്യമൊക്കെ ഞാൻ സംസാരിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഞാൻ പറയില്ല, എനിക്കറിയില്ല, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഗീതാമ്മ ഇന്ന് അരമണിക്കൂറിലേറെ സൂമിലിരുന്നെങ്കിൽ ഐ ആം വെരി പ്രൗഡ്. കാരണം ഒന്നും സാധിക്കില്ല എന്ന് പറഞ്ഞു കൊടുത്ത് എന്തൊക്കെയൊക്കെ സാധിക്കുമെന്ന് കാണിച്ചു തന്ന ഒരു വനിതാ രക്തമാണ്. ഇത് എല്ലാവർക്കും സാധിക്കുമെന്നുള്ള ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഞാൻ ചേച്ചിനെ വിളിക്കുന്നത് ഗീത ചേച്ചിയെ. ആ ചേച്ചിക്ക് വയ്യ എന്ന് എന്നോട് പറയുന്നത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്താണ്. ഗീത ചേച്ചിനെ നീ കണ്ടിരുന്നോ? ആകെ വയ്യ, നടക്കാനൊന്നും വയ്യ, എന്തോ ഷുഗറൊക്കെ വന്നിട്ട് കാലൊക്കെ പൊട്ടി ഒലിക്കുകയാണ്, ഒന്ന് കണ്ടുകൂടായിരുന്നു എന്ന് വെച്ചപ്പോ കാണാം. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റിന് ഒരു 10 താഴെ വില വരുന്നുണ്ട്, അവർക്കത് മേടിക്കാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ച് സംസാരിച്ചപ്പോ എന്തോ ജോലിക്കൊക്കെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും ഒരു ദിവസം ആ കൂട്ടുകാരൻ തന്നെ പ്ലാൻ ചെയ്തു അവരെ കാണാൻ വേണ്ടി. അങ്ങനെ ഞാൻ മെഡിക്കലിന്റെ ഭാഗത്ത് അവരെ വിളിച്ചു നിർത്തിയ സമയത്ത് എന്നെ വിളിച്ചു വരുത്തി. ഞാൻ ചെന്നു, വണ്ടിയുടെ ഡോറൊക്കെ തുറന്ന് ഇറങ്ങി ചെന്നപ്പോ ഇത് എന്നെ അറിയുമെന്ന് ആ കൂട്ടുകാരൻ ചോദിച്ചു. അപ്പൊ ഇത് നമ്മുടെ പുള്ളിയല്ലേ, നമ്മുടെ മോനല്ലേ, ഞാൻ അറിയും. അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ആദ്യം എല്ലാവരെയും പോലെ വേണ്ട എന്ന് പറഞ്ഞ് നിരസിക്കുക ചെയ്തത്. അതൊക്കെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞു എങ്കിലും ഞാൻ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ കൃത്യമായിട്ട് അത് മേടിക്കുവാനും പിന്നീട് അത് ഉപയോഗിക്കാനും തയ്യാറായി. പിന്നീട് സംസാരിക്കാൻ പറഞ്ഞ സമയത്തും എനിക്ക് വയ്യാന്ന് പറഞ്ഞ ഒരാള് അരമണിക്കൂർ സൂമിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്റെ മുന്നിലിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും സാധിക്കുമെന്നുള്ള കാര്യത്തില് യാതൊരുവിധ തർക്കവുമില്ല. കാരണം നമ്മളെ നിയന്ത്രിക്കുന്നത് സൃഷ്ടാവാണ്, അതായത് ജഗന്തികർത്താവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാനസികമായിട്ട് ഇതിനു വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ കൈവെള്ളയിലേക്ക് വരുത്താൻ സാധിക്കും. അതിന് യാതൊരു തർക്കമില്ല. എന്തായാലും ഞാൻ വളരെയേറെ ഹാപ്പിയാണ്. ഇനിയും ഇതുപോലുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ വേദിയിലേക്ക് വരും. ഇന്ന് ഞാൻ ടോപ്പിക്ക് കൊടുത്തത് തന്നെ ഈ ബയോട്ടോറിയം ഞങ്ങളും എന്നായിരുന്നു. കാരണം ഞാൻ പുള്ളിക്കാരി വയ്യാന്ന് പറഞ്ഞ സംസാരിച്ച് തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ഓൺ ചെയ്യാതെ ഇരുന്നത് കൂടി അതാണ്. കാരണം വീഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ കാണും. അപ്പൊ ശരി എന്നാ ഇനി യൂണിസിലോട്ട് കൊടുക്കാന്ന് കരുതി. അപ്പൊ അതുകൊണ്ട് വീഡിയോ ഓൺ ചെയ്യാതെ ഞാൻ മറയിലിരിക്കുകയായിരുന്നു. എന്തായാലും വളരെയേറെ സന്തോഷം. അപ്പൊ സാർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. യെസ് യെസ് യെസ്. എവിടെ? വീട്ടിലാണോ? വീട്ടിലുണ്ട്. 6:36. ബാക്കി കാര്യങ്ങൾ അബ്ബാസ് സാർ സംസാരിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. സാറ് പെട്ടെന്നൊരു പ്രിപ്പറേഷൻ ഇല്ലാതെ എന്നോട് സംസാരിക്കാൻ പറഞ്ഞപ്പോ എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കാം എന്ന് ഞാൻ കരുതുന്നു. ഇപ്പൊ ഗീതാ മേഡം നല്ല അടിപൊളിയായിട്ട് നേരെ പിടിക്ക്, പൈസ കാണാവുന്ന രീതിയിൽ പിടിക്ക്. ഓക്കെ. ഗീതാ മേഡം നല്ല അടിപൊളിയായിട്ട് സംസാരിച്ചു. ഗീതാ മേഡം സംസാരിച്ച പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളൊക്കെ, കമ്പനിയെ കുറിച്ചും സാഗർ ജോഷിയുടെ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ ഗീതാ മേഡം സംസാരിച്ചു. അപ്പൊ എനിക്കും ഈ പറഞ്ഞതുപോലെ ഞാൻ ഈ കൺസെപ്റ്റിലേക്ക് വന്നിട്ട് കുറച്ച് നാളുകളായി. എന്നിരുന്നാലും വളരെ സീരിയസ് ആയിട്ട് തന്നെ കൺസെപ്റ്റ് പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുന്നു. നമുക്കറിയാം പല കുടുംബങ്ങളിലും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് യുദ്ധം നടക്കുന്ന ഒരു കാരണം കൂടിയുണ്ട് പറയാനായിട്ട്. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പല കുടുംബങ്ങളിലും ഉണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പം അല്പം സ്ലോവാണ് നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ പോകുന്നത്. എന്നാലും ലീഡേഴ്സിന്റെ സംഭാഷണ ശൈലിയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെയാണ്. എന്നാലും നിരന്തരമായിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നിരന്തരം പരിശ്രമിച്ചാൽ മാത്രമാണ് നമുക്കൊരു ഏണിങ്ങിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഈ ബയോട്ടോറിയം നമുക്കറിയാം ജീവിതശൈലി രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ്. 220 പരം പ്രൊഡക്റ്റുകളെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്, രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. കൊടുക്കുന്നവർക്കൊക്കെ നല്ല റിസൾട്ടുകൾ കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ കൊടുത്തതിന് ശേഷം ആഫ്റ്റർ ഫോളോ അപ്പ് ചെയ്യുന്നു. കൃത്യമായിട്ട് അവർ വിളിക്കുന്നു, സംസാരിക്കുന്നു. അവര് ഐഡിയ അടിക്കാൻ താല്പര്യമുള്ളവരാണ് ഈ ഐഡിയ അടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഈ കൺസെപ്റ്റിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് ഇതിന്റെ മീറ്റിങ്ങുകളിലേക്കൊക്കെ അവരെ കയറ്റിക്കൊണ്ട് അവരെ സീരിയസ് ആക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നിരന്തരം നമ്മൾ കമ്മ്യൂണിക്കേഷൻ
ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു വ്യക്തി ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം എത്രത്തോളം സീരിയസ് ആണെന്ന് ലീഡേഴ്സിന് മനസ്സിലാവും. സീരിയസ് ആയിട്ട് നിൽക്കുന്ന ലീഡേഴ്സിനെങ്കിലും എല്ലാ ലീഡേഴ്സും വിളിച്ച് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ്. കാലത്തും വൈകുന്നേരവും വിളിക്കാൻ പറ്റിയ അത്രയും നല്ലതാണ്. അങ്ങനെ വിളിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു മോട്ടിവേഷൻ ആണ്. നമ്മള് വിളിച്ചു കഴിയുമ്പോൾ നമ്മുടെ ചെവിയിലൂടെ കേൾക്കുന്നതാണ് ചിന്തകളിലേക്ക് പോകുന്നത്. നിരന്തരം വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് ചിന്തകളിലേക്ക് വരാനും സ്പ്രെഡ് ആവാനും അതുവഴി ആക്ടിവിറ്റിയിലേക്ക് ഇറങ്ങാനും കൂടുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിരന്തരം വിളിക്കുക, സ്നേഹാന്വേഷണം നടത്തുക. ആദ്യം സ്നേഹാന്വേഷണത്തിലൂടെ കാര്യങ്ങൾ സംസാരിച്ച് നമ്മുടെ വർക്കിന്റെ കാര്യങ്ങൾ, പ്ലാനിങ്ങിന്റെ കാര്യങ്ങൾ അവരുമായി ചർച്ച ചെയ്യുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അവരുമായി ചർച്ച ചെയ്യുമ്പം അവർക്കൊരു കഴിവുണ്ട്, അവരൊരു ലീഡറാണ് എന്നവരെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവരുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് അവരുമായിട്ട് കൂടി ആലോചിച്ചുകൊണ്ട് പല പദ്ധതികളും മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ച് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ടീം ഡെവലപ്പായി വരുള്ളൂ. നമ്മള് പറഞ്ഞ ലീഡർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളിൽ നിന്ന് 2 പേര് ജോയിൻ ചെയ്തപ്പോൾ അവരുടെ ലീഡറാണ് നമ്മള്. ലീഡർ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഞാൻ 2-3 കൺസെപ്റ്റില് പ്രവർത്തിച്ചൊരു ചെറിയ എക്സ്പീരിയൻസ് കാര്യങ്ങളുണ്ട്. ഒരുപാട് ലീഡേഴ്സിന്റെ അറിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഉയർത്തിക്കൊണ്ടുപോകുന്നത് എന്നും ഡൗൺ ലീഡേഴ്സ് ആണ്. നമ്മൾ കോടികളിലേക്ക് എത്തണമെങ്കിൽ ഡൗൺ ലീഡേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഡൗൺ ലീഡേഴ്സ് ആയിട്ട് വരുന്ന എല്ലാവരെയും നമ്മൾ ചേർത്ത് പിടിച്ച് അവരെ സ്നേഹിക്കുക, അവരെ ഇഷ്ടപ്പെടുക, അവരുമായിട്ട് നല്ല മാനസികമായിട്ടുള്ളൊരു അടുപ്പം സൃഷ്ടിച്ച് മുമ്പോട്ട് പോവുക. നമുക്കറിയാം, ഒരു 20 പേരുണ്ടെങ്കിൽ 20 മൈൻഡ് സെറ്റ് ആണ്. ഫലമുള്ള വൃക്ഷത്തിലെ കല്ലേറ് കൊള്ളൂ എന്ന് പറയുന്നത് പോലെ നമ്മളിലേക്ക് ചിലപ്പം വൈകാരികമായി പ്രതികരിക്കുന്നവരൊക്കെ ഇതിലുണ്ടാവാം. എന്നാലും നമ്മൾ അവരെ വിളിക്കുക എന്നുള്ളതാണ്. ക്ഷമയോടുകൂടി മുമ്പോട്ട് പോവുക. നെറ്റ്വർക്ക് മാർക്കറ്റിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് ക്ഷമ. അപ്പൊ ക്ഷമയോടുകൂടി നമ്മൾ കൃത്യമായിട്ട് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൃത്യമായിട്ട് പോയാൽ മാത്രമാണ് നമുക്കൊരു നല്ല ടീമിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് കോടികളിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് നമുക്കറിയാം, 100 കണക്കിന് കമ്പനികളാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഫീൽഡിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അവരെ കണക്ട് ചെയ്ത് സംസാരിച്ച് ചേർത്ത് നിർത്തി തന്നെ കൊണ്ടുപോകണം എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മുടെ പ്രൊഡക്റ്റിന്റെ അവയർനെസ് ആണെങ്കിലും കമ്പനിയുടെ അവയർനെസ് ആണെങ്കിലും ടീം മാനേജ്മെന്റിന്റെ പ്രൊഫൈല് കാര്യങ്ങളെല്ലാം നിരന്തരം സംസാരിച്ചും പറഞ്ഞും ഇതിന്റെ റിസൾട്ടുകളെല്ലാം പങ്കുവെച്ചും ടെസ്റ്റിമണി എല്ലാം പങ്കുവെച്ചും പരസ്പരം ഒരു ഐക്യത്തിൽ നിന്ന് എല്ലാവരുമായിട്ട് മുമ്പോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒരു വിജയിച്ച് മുമ്പോട്ട് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ മുമ്പ് ചെയ്ത കൺസെപ്റ്റിൽ ചില ലീഡേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നനഞ്ഞിടം കുഴിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞതുപോലെ അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള അന്നന്ന് കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അവർ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അങ്ങനെ ആയി തീരരുത് നമ്മളാരും. നമ്മളെല്ലാവരും ഡൗൺ ലീഡേഴ്സിനെ സ്നേഹിച്ച് അവര് കൂടുതൽ വർക്ക് ചെയ്യുന്ന ലെവലിലേക്ക് അവരെ ആക്കിയെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് വേണ്ടി ഒരു 100 പേര് വർക്ക് ചെയ്താൽ നമ്മുടെ ലെവൽ എവിടെയായിരിക്കും അത്രമാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. 1-2 പേര് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്കിതിൽ പെട്ടെന്ന് ഒരു സ്പീഡ് വളർച്ച ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരുപാട് പേര് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുക. നമ്മുടെ കമ്മ്യൂണിക്കേഷനും നമ്മുടെ ബന്ധവും അനുസരിച്ചിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ ക്ഷമയോടുകൂടി മുമ്പോട്ട് പോവുക. അപ്പൊ എല്ലാ ലീഡേഴ്സും ഇത് ഇരിക്കുന്ന എല്ലാവരും ലീഡേഴ്സ് തന്നെയാണ്. അപ്പൊ നമ്മുടെ താഴെ വരുന്ന ഡൗൺ ലീഡേഴ്സിനെ ചേർത്ത് പിടിക്കുക. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, നമുക്ക് താഴെ വരുന്ന പല കാറ്റഗറിയിലുള്ള പല സ്വഭാവക്കാരായ ആളുകളുണ്ട്. പ്രസന്റേഷൻ സ്കില്ലുള്ള ആളുകളുണ്ട്, കോർഡിനേഷൻ സ്കില്ലുള്ള ആളുകളുണ്ട്, മാനേജ്മെന്റ് സ്കില്ലുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്കില്ലുകൾ ഉള്ള ആളുകളുണ്ട്. അവരുടെ നീഡ് അനുസരിച്ച് അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുത്തുകൊണ്ട് അവരെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക. പ്രസന്റേഷൻ ചെയ്യാൻ കഴിവുള്ളവർക്കുണ്ട്, പ്രസന്റേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ചെറിയ ചെറിയ ഹൗസ് മീറ്റിങ്ങുകൾ, അതുപോലെ ചെറിയ ചെറിയ ഹോൾ മീറ്റിങ്ങുകളൊക്കെ നമ്മൾ വെക്കുമ്പോൾ അവരെ കൊണ്ട് സംസാരിപ്പിച്ച് അവരുടെ ഫിയറൊക്കെ മാറ്റിക്കൊണ്ട് അവരെ ലീഡറാക്കി ഉയർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മൾ അവരെ പോളിഷ് ചെയ്ത് തിളക്കമുള്ള ഒരു ലീഡറാക്കി മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അവർ നയിക്കാൻ പ്രാപ്തിയുള്ള ലീഡേഴ്സ് ആയിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അത് ഒരുപാട് നേട്ടത്തിലേക്ക് വഴിതെളിക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചാണെങ്കിലും എല്ലാം അവരെ കൊണ്ട് കറക്റ്റായിട്ട് പറഞ്ഞ് പഠിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുക.
നമുക്ക് താഴെ പല കാറ്റഗറി ആയിട്ട് പല ടീം വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്കൊരു നല്ല ഏണിങ്ങിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാവരും പോവുക എന്നുള്ള. പിന്നെ നമുക്ക് അറിയാം, നമ്മുടെ കമ്പനിയിൽ നല്ല നല്ല മോട്ടിവേഷൻ സ്പീക്കർമാര്, ട്രെയിനർമാരൊക്കെ നമുക്കുണ്ട്. അറ്റൻഡ് ചെയ്യുക. നെറ്റ്വർക്ക് മാർക്കറ്റിന്റെ ജീവനാഡി എന്ന് പറയുന്നത് നമുക്കറിയാം പ്രോഗ്രാംസുകളാണ്. സൂം മീറ്റിങ്ങുകൾ ഡിജിറ്റലായിട്ടും ഫിസിക്കലായിട്ടൊക്കെ നമുക്ക് പ്രോഗ്രാംസുകൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. നമ്മളൊരു പ്രോഗ്രാമിൽ പോയിരുന്നാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഓട്ടോമാറ്റിക്കലി ജോയിനിങ് വന്നുകൊണ്ടേയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്രോഗ്രാമിൽ 100-100 പേരുടെ ഇടയിൽ ഇരിക്കുമ്പോൾ ഒരു ശക്തി നമ്മളിലേക്ക് വരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ അതിനുശേഷം ഒരു ജോയിനിങ് അല്ലെങ്കിൽ ഒരു വർക്കിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കൂടുതൽ നമ്മുടെ ബ്രെയിൻ അത്രമാത്രം പോസിറ്റീവായിട്ട് നിൽക്കും. നമ്മുടെ ബ്രെയിനിന് ഒരു വൈബ്രേഷൻ പവർ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ 100% പോസിറ്റീവുള്ള ആളുകൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ജോയിനിങ് ഈസി ആയിട്ട് വരും. അപ്പൊ നമ്മൾ സത്യസന്ധമായി ഈ കൺസെപ്റ്റിനെ സ്നേഹിച്ച് ഈ ഇൻഡസ്ട്രിയെ സ്നേഹിച്ചുകൊണ്ട് കൃത്യമായിട്ട് പോവുക എന്നുള്ളതാണ്. ഒരു നുണയും പറയേണ്ട കാര്യങ്ങളേ ഇല്ല. കാരണം നമ്മൾ നുണ പറഞ്ഞാൽ പോലും പ്രോസ്പെക്റ്റിന് അത് മനസ്സിലാവും. കാരണം നമ്മുടെ കണ്ണ് കൃഷ്ണമണി ചലിക്കും നമ്മൾ നുണ പറഞ്ഞാൽ പോലും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇതിൽ വിജയിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ചേർന്ന് നിൽക്കുക, ഈ ഇൻഡസ്ട്രിയായിട്ട് ചേർന്ന് നിൽക്കുക, സിസ്റ്റത്തിനോട് ചേർന്ന് നിൽക്കുക. സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പുതിയ ആളുകൾക്ക് വരാനും വരുന്ന ആളുകൾക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യം നിരന്തരം സൃഷ്ടിക്കപ്പെടുന്നതിനെയാണ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നിരന്തരമായിട്ട് പുതിയ ആളുകൾ വന്നാൽ അവരെ ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നിരന്തരം നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. നിരന്തരമായിട്ട് നമ്മുടെ ടീമിൽ പ്രോഗ്രാംസുകൾ നടക്കുക. ഹോം മീറ്റിംഗ് ആണെങ്കിലും ചെറിയ ഹോൾ മീറ്റിംഗ് ആണെങ്കിലും പിന്നെ കമ്പനിയുടെ BOP-കളൊക്കെ ഉണ്ട്. ഇതിലേക്കൊക്കെ ആളുകളെ കണക്ട് ചെയ്ത് അതിലേക്കൊക്കെ വിളിച്ചു വരുത്തി എന്ത് റിസ്ക് എടുത്തിട്ടും അവരെ ആ പ്രോഗ്രാംസിൽ കൊണ്ടുപോയി ഇരുത്തുക എന്നുള്ളതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ആ ഒരു പ്രോഗ്രാമിലൂടെ നമുക്കറിയാം, നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സിന്റെ ഒക്കെ സംഭാഷണം കേൾക്കുമ്പോൾ തന്നെ തീർച്ചയായിട്ടും അവർക്ക് ചിന്തിക്കാനും ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു എനർജി അവർക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഈ രീതിയിലൊക്കെ പ്രവർത്തിച്ച് എല്ലാവരും മുമ്പോട്ട് പോവുക. പിന്നെ യുനസ് സാർ ആണെങ്കിലും നമ്മൾക്കൊക്കെ നമ്മള് ലീഡേഴ്സിനൊക്കെ ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളായിട്ട് അഭിലാഷ് സാർ ഉണ്ട്, ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. അപ്പൊ എല്ലാവരും സപ്പോർട്ടിംഗ് സിസ്റ്റത്തിലൂടെ മുമ്പോട്ട് പോവുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ചെറിയ ഇടവേളയിൽ പറയാനുള്ളത്. ബാക്കി യുനസ് സാറ് സംസാരിച്ച് മുമ്പോട്ട് പോകും. ഓക്കെ, താങ്ക് യു. നമ്മളെല്ലാവരും ഇത്ര വിജിലന്റ് ആയിരിക്കണം. ആരെ വിളിച്ചാലും അപ്പൊ തന്നെ കയറി നിന്ന്. ബയോട്ടോറിയം എന്നത് നമ്മുടെ ലൈഫായിട്ട് ഏറ്റെടുക്കുന്ന ഏതൊരു വ്യക്തിക്കും സാഹചര്യമോ ഒന്നും നമ്മുടെ മുന്നിൽ സമയമൊന്നും ഒരു വിഷയമല്ല. അപ്പൊ തന്നെ സംസാരിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പൊ അല്ലെങ്കിൽ അതിനൊരു തെളിവാണത്. ഇപ്പൊ നയന മേഡം ഇപ്പൊ നമ്മളോട് കുറച്ച് സംസാരിക്കും. നയന മേഡം പ്ലീസ്. ഗുഡ് മോർണിംഗ് ഓൾ ലീഡേഴ്സ്. യാദൃശ്ചികമായിട്ടുള്ളൊരു വിളിയായി പോയി. എങ്കിലും കുഴപ്പമില്ല. നമുക്കറിയാം, ഗീത മേഡം അബ്ബാസ് സാറൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മളുടെ രക്തത്തില് അലിഞ്ഞു ചേർന്ന ഒരു സംഭവം തന്നെയാണ് ഈ ബയോട്ടോറിയം. അതുകൊണ്ട് എപ്പോ വിളിച്ചാലും നമ്മൾ അതിനെപ്പറ്റി പറയാൻ നമ്മൾ റെഡിയാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമുക്കൊക്കെ ഇപ്പം അബ്ബാസ്കായാലും അബ്ബാസ് സാറ്, ഗീത മേഡം, അതേപോലെ യൂനിസ് ഭായ് സാറ്, അപ്പൊ നമുക്കറിയാം ഇത് എത്രത്തോളം നമ്മളിലേക്ക് ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തിയും നമ്മളെ മാറ്റി മറിക്കുന്ന. അതേപോലെ തന്നെ നമ്മൾ സമൂഹത്തിലേക്കും നല്ലൊരു ഒരു പ്രചോദനം നൽകിക്കൊണ്ട് ഓരോ കുടുംബത്തിലേക്ക് ആരോഗ്യം കൊടുത്തുകൊണ്ട് സന്തോഷം കൊടുത്തുകൊണ്ട്, കാരണം ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതേ രീതിയിൽ സന്തോഷം കൊടുത്തുകൊണ്ടും ആരോഗ്യം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടും മുന്നോട്ട് പോവാൻ നമ്മുടെ ദൈവികമായിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റാണ് നമ്മളെ സഹായിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിന്റെ ബലം തന്നെയാണ് നമ്മളെ ഇത്രത്തോളം നമ്മളെ വാക്കുകളിലേക്കും നമ്മളെ പ്രവൃത്തികളിലേക്കും എത്തിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ആ ഒരു പ്രൊഡക്റ്റും പ്രൊജക്റ്റും നമ്മളിലേക്ക് എത്തിച്ചു തന്ന നമ്മുടെ സാഗർ ജോഷി സാറിന് ഒത്തിരി നന്ദി പറയുകയാണ്. ഇപ്പൊ യൂനിസ് ഭായ് സാറ് നമുക്കറിയാം എത്രത്തോളം ഒരു ടീമിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഗീതാ മേഡം ആയാലും ഇപ്പം സാറിന്റെ ഇതിൽ വന്ന ഒരു ലേഡി പേര് മറന്നുപോയി, നമ്മുടെ വിന്നറായിട്ടുള്ള മാഡം, ഞാൻ പാലക്കാട് കണ്ടിരുന്നു. കാരണം എത്രത്തോളം എനർജറ്റിക് ആണ്. ഒരു 3 മാസം കൊണ്ട്
മാസം കൊണ്ടാണ് അവര് തായ്ലൻഡ് ട്രിപ്പ് അച്ചീവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരുടെ അമ്മയും ആ രീതിയിലേക്ക് തായ്ലൻഡ് ട്രിപ്പിലേക്ക് ഇപ്പൊ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മളെ ടീമിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു ഐക്യമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെ തന്നെയാണ്. അപ്പൊ നമ്മൾ ഒരു ലീഡേഴ്സ് എത്രത്തോളം നമ്മളെ ബൂസ്റ്റപ്പ് ചെയ്താലും നമ്മളത് മുന്നോട്ട് വരണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ തീരുമാനിക്കണം. നമ്മൾ എപ്പോഴും പറയാനുണ്ട്, നമ്മളെ ആർക്കും തകർക്കാനോ ആർക്കും ജയിപ്പിക്കാനോ സാധ്യമല്ല. അത് രണ്ടും തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പൊ ഞാൻ ജയിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ മുന്നോട്ട് വന്നാൽ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ തോൽവിയുടെ കാര്യത്തിൽ അത് തന്നെയാണ്. അപ്പൊ നമ്മൾ പലരും ഏതൊരു മേഖലയിലായാലും ചില സമയത്തൊക്കെ നമുക്കറിയാം, ലീഡേഴ്സിനൊക്കെ ഒരുപാട് ടീമോ കാര്യങ്ങളോ വരുന്ന സമയത്ത് നമ്മളെ അവർ ഓർക്കുന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മളെ വിളിക്കാൻ സാധിക്കില്ല. പക്ഷെ നമ്മൾ അപ്പോഴും അവരെ വിളിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ തന്നെയാണ് നമ്മൾ എപ്പോഴും ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളെ ആ ഒരു കൂട്ടായ്മയിലേക്ക് എത്തിക്കുന്നതും വിജയത്തിലേക്ക് എത്തിക്കുന്നതും. ഒരിക്കലും നമ്മൾ വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ നമ്മളെ ആ പ്രോഗ്രാമിനെ ക്ഷണിക്കാത്തത് കൊണ്ട് ഞാൻ ആ പ്രോഗ്രാമിലേക്ക് പോയിട്ടില്ല എന്നൊരിക്കലും നമ്മൾ പറയാൻ പാടില്ല. കാരണം ഏതൊരു പ്രോഗ്രാമുകളുമാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മുടെ മനോജ് സാറ് ഒത്തിരി നമ്മുടെ കേരളത്തിലുടനീളം ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് വേണ്ടി അനുവദിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ആ പ്രോഗ്രാമുകളിലേക്ക് എത്തിച്ചേരുക, അവിടെ കിട്ടുന്ന കുറെ ക്ലാസ്, ഇപ്പൊ വിനോദ് സാറായാലും നമുക്കറിയാം, വിനോദ് സാറിനെ പോലെയുള്ള ഒത്തിരി, സുരേഷ് സാറ്, അങ്ങനെ ഒത്തിരി ഗ്രേറ്റ് ട്രെയിനേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ ടീമിൽ. അത് തന്നെയാണ് KBCയുടെ ബലം എന്ന് പറയുന്നത്. ഈ ട്രെയിനേഴ്സിനെ പറയുന്ന ഓരോ കാര്യങ്ങൾ, അതായത് നമ്മളുടെ പ്രോഗ്രാമിൽ ഇത്ര നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് വന്ന് ക്ലാസ് എടുക്കുന്ന സമയത്ത് അവിടെ നമ്മളും നമ്മളെ ടീമും എത്തിച്ചേരുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഓരോ വിജയത്തിലും ഓരോ ഇതിൽ ഐഡിയ എടുത്ത്. ഇപ്പൊ നമ്മൾ എപ്പോ വന്നു എന്നുള്ളതൊന്നും അല്ല, അതാണ് നമ്മളെ സുജാമോൾ മാഡം ഒക്കെ തെളിയിച്ച ഒരു കാര്യം. അപ്പൊ എപ്പോ വന്നു എന്നുള്ളതല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളെ ഇതിലേക്ക് മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. എല്ലാവരും നല്ല പ്രോഗ്രാമുകളിൽ എത്തിച്ചേരുക. ഈ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും എല്ലാ പ്രോഗ്രാമിലും എത്തിച്ചേർന്ന് ഈ ഒരു കൂട്ടായ്മയിൽ കൂടെ മുന്നോട്ട് വരിക. അതേപോലെ സമ്പൽ സമൃദ്ധിയും ആരോഗ്യവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. നിങ്ങൾ എല്ലാവരും പറയുന്നത് പോലെ ഇതൊക്കെ തന്നെയാണ് ബയോട്ടോറിയം. കാരണം ഇതിനു മുമ്പ് ഒരുപാട് കമ്പനികൾ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ലീഡേഴ്സ് എന്റെ മുന്നിലുണ്ട്. പക്ഷേ സഡൻ ആയിട്ട് നമ്മൾ വിളിച്ചിട്ട് നിങ്ങൾ രണ്ടു വാക്ക് സംസാരിക്കുന്നു പറഞ്ഞാൽ സാധിക്കില്ല. കാരണം ആ ഒരു പ്രൊജക്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ അത്ര പെട്ടെന്ന് ഒരാളിലേക്ക് മിങ്കിൾ ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ബയോട്ടോറിയം ഒരു ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ പ്രൊഡക്റ്റ് ആണെന്ന് നമ്മൾ നെഞ്ചത്തി കൈവച്ച് നമ്മൾ ആളുകളോട് പറയുന്ന സാഹചര്യത്തില് എത്ര വലിയ ഉറക്കത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ വിളിച്ചിട്ട് നിങ്ങൾ രണ്ടു വാക്ക് സംസാരിക്കുന്നു പറഞ്ഞാൽ അവിടെ ഒരു സംശയത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ അവർ സംസാരിക്കും. കാരണം എന്താണ്, അവരുടെ ഹൃദയത്തില് ലയിച്ചു ചേർന്നിരിക്കുന്ന ഒന്നാണ് നിയോയുടെ മാഗ്നറ്റ്. അതുകൊണ്ട് ആർക്കടെ മുന്നിലും എവിടെ വെച്ചും എപ്പോഴും സംസാരിക്കാൻ എല്ലാവരും തയ്യാറാണ്. കുറ്റിക്കുട്ടിയമ്മയൊക്കെ നല്ല ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ലേഡി എന്ന് തന്നെ പറയാം, ഒരു കൊച്ചു ലേഡി. കുറ്റിക്കുട്ടിയമ്മ ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ വേണ്ടി വാക്ക് അന്മൂട്ടി. അറിയാം, വാക്കുകൾക്ക് പഞ്ഞമില്ലാത്ത, പ്രായത്തെ അതിജീവിച്ചുകൊണ്ട് ഒരുപാട് സംസാരിക്കുന്ന, ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലേഡി തന്നെയാണ് കുറ്റിക്കുട്ടിയമ്മ. നമുക്ക് ഫോട്ടോസൊക്കെ കാണാം, പല സമയങ്ങളിലും പലരിലും ചെന്ന് നിന്ന് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു രീതി. അതുകൊണ്ട് ഇന്നിപ്പോ സിറ്റുവേഷൻ അത് അവർ ശ്രമിക്കുന്നുണ്ട്, അവിടെ ആകത്തോളം ഞാനും എന്തോ വിശ്വസിച്ച് ഞാനും ശ്രമിക്കുന്നുണ്ട്, ഇവിടെ ആയില്ല. എന്തായാലും വളരെ സന്തോഷം. അവര് സംസാരിക്കാൻ കാണിച്ച ഒരു ആർജവം ഉണ്ടല്ലോ, സംസാരം ഇങ്ങോട്ട് വരാത്തത് അത് അൺമ്യൂട്ട് ആയി പോയതുകൊണ്ടാണ്. പക്ഷെ സംസാരിക്കാൻ അവർ കാണിച്ച ഒരു ആർജവം അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർട്ടിങ്, അതിനെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ആർക്കും സാധിക്കും എന്നുള്ളതിന് ഒരു തെളിവാണ് ഇത്. കാരണം ഇവിടെ ഒന്നും അല്ല എന്നുള്ളതാണ്. ഒരാളും ഒരാളെക്കായും വലിയവരുമല്ല, ഒരാളും ഒരാളെക്കായും ചെറിയവരുമല്ല. നമ്മളെല്ലാവരും സമന്മാരാ ഇവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക്
ഏത് സാഹചര്യത്തെയും അതിജീവിക്കാൻ ഏതൊരു വ്യക്തിക്കും സാധിക്കും, ഏതൊരു സാധാരണക്കാരനും സാധിക്കും എന്നുള്ളതിന് ഒരു തെളിവാണ് നമ്മുടെ മുന്നിലുള്ള ഇതുപോലുള്ള ആളുകള്. അതുകൊണ്ട് ഈ ബയോട്ടോറിയം എന്ന ഈ ഒരു കൺസെപ്റ്റ്, ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ പ്രൊഡക്റ്റ് എന്ന് നമ്മൾ ആളുകൾ പറയുമ്പോൾ അത് 101% റിയൽ ആണ്, റിയലിസ്റ്റിക് ആണ്, അത് കറക്റ്റ് ആണ്, ഒരു തർക്കമില്ല, നമുക്ക് എവിടെയും പറയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുമായി നെഞ്ചും വിരിച്ച് ഫേസ് വാല്യൂ നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കും. ആരെന്ത് പറഞ്ഞാലും വേണ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നത് അവനോട് ഒരു ദേഷ്യമോ ഒന്നുമല്ല, നമ്മുടെ ഉള്ളില് ഇവന് മനസ്സിലായില്ലല്ലോ എന്നുള്ള ഒരു, കാരണം മലയാളികൾ ഒരുപാട് അറിവുള്ളവരാണ് നമ്മളെല്ലാവരും, പക്ഷെ തിരിച്ചറിവ് എന്ന് പറയുന്ന ഒരു സാധനം മാത്രം നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് മാത്രം അവര് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളെ തിരസ്കരിക്കുന്ന, കാരണം അറിവിന്റെ നിറകുടങ്ങളായ നമ്മുടെ മലയാളി നമ്മളും മോശമല്ലായിരുന്നു അല്ലെ, നമ്മളോടൊക്കെ എത്രയോ വട്ടം പറഞ്ഞപ്പോഴായിരിക്കും നമ്മളത് അംഗീകരിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളും അതുപോലെ തന്നെയാണ്. നമ്മൾ സംസാരിക്കുമ്പോഴും അവിടെ അവര് റിജക്ട് ചെയ്യും. പക്ഷെ നമ്മൾ അബ്ബാസ് സാർ പറഞ്ഞ പോലെ ക്ഷമയോടെ കാത്തിരിക്കുക. പുലി പതുങ്ങുന്നത് പേടിച്ചിട്ടല്ല, ഇരയെ പിടിക്കാനാണെന്ന് പറഞ്ഞ പോലെ അബ്ബാസ് സാറൊക്കെ ആ ഒരു കൺസെപ്റ്റിൽ നിൽക്കുന്നവരാ എല്ലാവരും. കാരണം നമ്മൾ ഒന്ന് പതുങ്ങുമ്പോഴെങ്കിൽ നെക്സ്റ്റ് ഒരു ഇറക്കി വേണ്ടിയല്ല, ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമുക്കിന്നറിയാം, കമ്പനിയിൽ നിന്ന് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് 2-3 ദിവസമായിട്ട്. നമ്മുടെ മനോജ് സാർ അവിടെ ഉണ്ട്. കോർപ്പതി നമുക്ക് 1 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ നിന്നും 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റിലോട്ട് മാറിയിരിക്കുന്ന ഒരു കമ്പനിയാണ് ഈ ബയോട്ടോറിയം. ഈ ബയോട്ടോറിയം കയ്യിൽ കിട്ടിയവരെല്ലാം മഹാഭാഗ്യവന്മാരും ഭാഗ്യവതികളുമാണ്. നാളെയുടെ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ പേരക്കുട്ടികൾ നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോയിൽ നോക്കിയിട്ട് ഈ ബയോട്ടോറിയം കിട്ടിയ നിങ്ങൾ ഭാഗ്യവന്മാരാണ്, ഭാഗ്യവതികളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് സക്സസ് ആകാൻ പറ്റി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതിനെ നിങ്ങൾ മുറുക്കി പിടിക്കുക. മുള്ളിൽ പിടിച്ചാലും മുറുക്കി പിടിക്കണം എന്നുള്ള മൈൻഡോട് കൂടി നിങ്ങൾ മുറുക്കി പിടിച്ച് ഇതിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വിജയം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ മനോജ് സാറിന്റെ പ്രോഗ്രാം ഉണ്ടാവും. അതിന്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയിക്കും. അപ്ഡേഷൻ ഞങ്ങളെ എല്ലാ ലീഡേഴ്സും വളരെ എക്സൈറ്റഡ് ആണ്. ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരാത്ത രീതിയിലാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും എല്ലാ ലീഡേഴ്സിന്റെയും എക്സൈറ്റിംഗ്. റീപർച്ചേസുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റുമായി ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ കമ്പനിയിലേക്ക് വരുന്നുണ്ട്. റീപർച്ചേസ് പറയുമ്പോൾ ഞാൻ ഒരു വാക്ക് ആഡ് ചെയ്ത് പറയുന്നുണ്ട്. ഇവിടെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്ന ഒരുപാട് കമ്പനികളുണ്ട്. എല്ലാ കമ്പനികളും റീപർച്ചേസിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് സഞ്ചരിക്കുന്ന കാര്യത്തിൽ നമുക്കറിയാം. എന്നാൽ ഈ ബയോട്ടോറിയം റീപർച്ചേസിലേക്ക് സഞ്ചരിക്കുമ്പോൾ 5 വർഷം മാത്രം പ്രായമായിട്ടുള്ള നമ്മുടെ കമ്പനിക്ക് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. 5 വർഷം കൊണ്ട് ഒരുപാട് 4 പ്രൊഡക്റ്റിൽ തുടങ്ങിയ കമ്പനി ഇന്ന് 200-ന്റെ അടുത്ത് വരുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ട്. എന്നാൽ ഈ ഒരു പ്രൊഡക്റ്റ് റീപർച്ചേസിലേക്ക് വരുമ്പോൾ എല്ലാ പ്രൊഡക്റ്റുകളും വരാൻ ഞാൻ പറയുന്നത് ഇനിയും ഒരു വർഷം കൂടി കഴിഞ്ഞിട്ട് റീപർച്ചേസ് വന്നാൽ മതി എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അത് എന്റെ മാത്രം അഭിപ്രായമാണ്. കാരണം വേറൊന്നുമല്ല, ഇതേ രീതിയിൽ ബൈനറിയില് 50 PV മാച്ച് ചെയ്താൽ 7,500 രൂപയും 100 PV മാച്ച് ചെയ്താൽ 15,000 രൂപയും കിട്ടുന്ന വേറൊരു കമ്പനി ഈ ബയോട്ടോറിയം എന്നല്ലാതെ വേറൊരു കമ്പനി ഈ ഭൂമി മലയാളത്തിൽ ഇല്ല എന്ന്, അതല്ലെങ്കിൽ ഇന്ത്യയുടെ മണ്ണിലില്ല എന്ന്, ലോകത്തിലില്ല എന്ന് അടിയുറച്ച് പറയാൻ പറ്റുന്ന വ്യക്തികളാണ് നമ്മൾ. കാരണം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരുപാട് ലീഡേഴ്സ്, ഒരുപാട് കമ്പനികൾ സ്ട്രഗിൾ ചെയ്ത് പണിയെടുത്ത് തോറ്റുപോയ ഒരുപാട് വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് 100 PV സെയിൽ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 15,000 രൂപ കിട്ടുമ്പോൾ ഈ കിട്ടുന്നതിന് മേടിക്കാൻ തയ്യാറായി നിന്നുകൊണ്ട് ഇതിനെ മേടിക്കുന്നവരായി നമ്മൾ മാറുമ്പോൾ അതിനോടൊപ്പം അതിനോട് ചേർന്ന് ഒരുപാട് വരുമാനങ്ങൾ നമുക്ക് തരാൻ വേണ്ടി ഇതുപോലെ തരുന്ന വേറൊരു കമ്പനി ഇല്ല. അതുകൊണ്ട് തന്നെ റീപർച്ചേസ് എന്നൊരു പ്രൊഡക്റ്റ് 1 വർഷം കൂടി ഈ ഒരു പ്ലാനിൽ തന്നെ നിന്നുകൊണ്ട് വരുമാനം എടുത്ത് 1 വർഷത്തിന് ശേഷം വന്നാൽ മതി എന്നുള്ള എന്റെ മാത്രം ഒരു അഭിപ്രായമാണ്. അത് ഞാൻ നിങ്ങളുടെ അഭിപ്രായമായിട്ടോ എന്റെ ലീഡേഴ്സിന്റെ അഭിപ്രായമായിട്ടോ ഞാൻ എടുക്കുന്നില്ല. പക്ഷെ എന്നാൽ എന്റെ ആ അഭിപ്രായത്തെ തെറ്റിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ കുറെ അധികം പ്രൊഡക്റ്റുകൾ റീപർച്ചേസിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. റീപർച്ചേസ് വരുമാനം നമുക്ക് കിട്ടുന്നതിൽ സന്തോഷമുള്ളൂ, അതാണ് ഒരു പാസീവ് ഇൻകം ആയിട്ട് നമ്മൾ എടുക്കുന്നത്. പക്ഷെ റീപർച്ചേസ് വരാൻ വേണ്ടി നോക്കിയിരിക്കാതെ റീപർച്ചേസ് വരാതിരിക്കട്ടെ, അത് പതുക്കെ വന്നുകൊണ്ടിരിക്കും. ഏറ്റവും നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഡോക്ടർ സാഗർ ജോഷി സാർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഒരു കാര്യരമ്പിന്റെ ശക്തിയുള്ള പറയുന്ന വാക്കുകൾക്ക് വളരെ സത്യമുള്ള, പറയുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് ചെയ്യുന്ന, നമുക്ക് തരാവുന്നതിനും അപ്പുറം തന്നുകൊണ്ടിരിക്കുന്ന ഒരു ലീഡറും
ഒരു MD-യുമാണ് നമ്മുടെ ഡോക്ടർ സാഗർ ജോഷി സാറ്. അദ്ദേഹം തരാമെന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന കാര്യത്തിലുള്ള ഒരു തർക്കമില്ല. കാരണം അദ്ദേഹത്തെ ഡയറക്റ്റ് കണ്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മൾ 5025 രൂപ ഫാമിലി ബോണസ് മേടിച്ച് തുടങ്ങിയവരുണ്ട് നമ്മുടെ ഈ സൂമില് അല്ലെങ്കിൽ ഈ ബയോട്ടോറിയത്തില്. 5025 രൂപ. അതിൽ നിന്നും ഇന്ന് കിട്ടുന്നത് 6800 രൂപയായി. അതിനുശേഷം വീണ്ടും 15000 രൂപയ്ക്ക് ഡൈവേർട്ട് ചെയ്ത ഒരു കമ്പനിയാണ് ഈ ബയോട്ടോറിയം. ഇതുപോലെ വരുമാനം കിട്ടുന്ന ഒരു കമ്പനി നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നില്ല എന്നുള്ളത് നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നുകൊണ്ട് നിങ്ങളോട് ചോദിക്കണം. എന്തുകൊണ്ട് 15000 രൂപ വരുമാനം തരാമെന്ന് പറഞ്ഞ ഈ കമ്പനി ഞാൻ അതിൽ നിന്ന് മേടിക്കാൻ തയ്യാറായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് മേടിക്കാൻ ഞാൻ ആപ്റ്റ് ആയിട്ടുണ്ടോ, ഇത് മേടിക്കാൻ ഞാൻ മേടിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഞാൻ ചെയ്തോ എന്ന് ചോദിക്കുന്നത് നേരെ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് നിങ്ങൾ സ്വയം ചോദിക്കണം നിങ്ങളോട്. കാരണം ഇവിടെ ഇപ്പൊ രാവിലെ സംസാരിച്ച ഗീത സുരേഷ് മാം, അത് ആ പുള്ളിക്കാരി 14000 രൂപയ്ക്ക് ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാ. ഇന്ന് ഈ ബയോട്ടോറിയം എന്ന കൺസെപ്റ്റിന് 1 ലക്ഷത്തിലേറെ വരുമാനം സ്വന്തം അക്കൗണ്ടിൽ മേടിക്കുകയും 1 ലക്ഷത്തിലേറെ വരുമാനം റീപർച്ചേസിലൂടെ മേടിക്കുകയും ചെയ്ത ഒരു ലേഡിയാ. കഴുത്തേ കിടക്കുന്ന മാല പോലും ഈ ബയോട്ടോറിയത്തിന്റെയാ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിത് സാധിക്കും എന്നുള്ള കാര്യത്തിന് തെളിവാണ് അത്. ഇതെല്ലാവർക്കും സാധിക്കും, എല്ലാവർക്കും സാധിക്കും. ആരും ഇവിടെ മോശക്കാരല്ല, ആരും മോശക്കാരല്ല. ഈ ബയോട്ടോറിയത്തിൽ എന്ത് ചെയ്തു എന്ന് പറയുന്നിടത്താണ് വിജയം. ഡൈനാമേട്ടൻ പറഞ്ഞ പോലെ എത്ര നാളായി വന്നിട്ടെന്നുള്ളതല്ല, എത്ര നാൾ ചെയ്തു എന്നല്ല, ഇതിൽ എന്ത് ചെയ്തു, ഞാൻ ഈ ബയോട്ടോറിയത്തിന് വേണ്ടി എന്ത് ചെയ്തു, എത്ര ടൈം ഞാൻ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു, അവിടെയാണ് നമ്മുടെ വിജയം. ഞാൻ പാരമ്പര്യം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എവിടെ ഞാൻ ഇത്ര നാളെ ഈ ബയോട്ടോറിയം ചെയ്യുന്നു, പക്ഷെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, ഒന്നും എടുക്കാനില്ല. എന്നാൽ ഈ ബയോട്ടോറിയം ഞാൻ സഞ്ചരിക്കുമ്പോൾ ഇന്ന വ്യക്തികളോട്, ഇത്ര വ്യക്തികളോട് എനിക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാൻ സാധിച്ചു, ഇത്ര വ്യക്തികളെ എന്നിലേക്ക് അടുപ്പിക്കാൻ സാധിച്ചു. ഞാനൊരു പൂവായി നിന്നുകൊണ്ട് തേനുകരാൻ വരുന്ന വണ്ടിനെ പോലെ ആ വണ്ടികളെ ആകർഷിക്കുന്ന വ്യക്തിയായി ഞാൻ നിന്നപ്പോൾ എന്റെ ടീമിലേക്ക്, എന്റെ പാർട്ട്ണറായിട്ട് എന്റെ കൂടെ നിൽക്കുക ഒരു ബെൽറ്റിനെ എനിക്ക് സൃഷ്ടിക്കാൻ സാധിച്ചു. അവർക്ക് ഇന്ന വരുമാനം അവർക്ക് മേടിച്ചു കൊടുത്തുകൊണ്ട് എനിക്ക് ഇന്നത് മേടിക്കാൻ സാധിച്ചു. അതിനുവേണ്ടി ഞാൻ ഇത്ര ടൈം ഈ ബയോട്ടോറിയത്തിന് വേണ്ടി എന്നെ സമർപ്പിച്ചു എന്ന് പറയുന്നിടത്താണ് നമ്മുടെ വിജയം. പക്ഷെ ഈ ബയോട്ടോറിയം ID വെച്ച് ആ ഡേറ്റ് നോക്കിയിട്ട് ഞാൻ ഇത്ര നാളെ ഇതിൽ നിൽക്കുന്നു, എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നിടത്തല്ല വിജയം. ഞാൻ ഇത് ഇത്ര നാളായി ID അടിച്ചിട്ട് ഞാൻ ഇത്ര ടൈം ഇതിനു വേണ്ടി പണിയെടുക്കുന്നുണ്ട്, ഇതിലൂടെ ഞാൻ സഞ്ചരിക്കുന്നുണ്ട്, എന്റെ ടീമിന്റെ കൂടെ ഞാൻ നിൽക്കുന്നുണ്ട്, എന്റെ പാർട്ട്നേഴ്സിന്റെ കൂടെ ഞാൻ നിൽക്കുന്നുണ്ട്. ഇവിടെ കൊതികാലി വെട്ടുന്ന, കളിയാക്കുന്ന, മാറ്റി നിർത്തുന്ന, തകർക്കാൻ ശ്രമിക്കുന്ന ഒരു പരിപാടി നമ്മൾ എടുക്കുന്നില്ല. ഈ ബയോട്ടോറിയം നെഞ്ചിലേറ്റിയിട്ട് അതിനെ വിശ്വസിച്ച് ജനങ്ങളോട്ട് എത്തിക്കാൻ തയ്യാറാവുമ്പോൾ വേറൊരു കാര്യത്തിനും നമ്മൾ മുതിരാതെ നിൽക്കുക. കാരണം ഈ ബയോട്ടോറിയം തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുബുദ്ധികളുടെ ലോകത്തായിരുന്നു നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഈ ബയോട്ടോറിയം എത്ര വലിയ ശക്തികൾ തകർക്കാൻ ശ്രമിച്ചാലും ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഈ ഒരു പ്രൊഡക്റ്റിനെ, ഈ ഒരു കമ്പനി തകർക്കാൻ ലോകത്ത് ഒരു വ്യക്തിക്ക് സാധ്യമല്ല എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ബയോട്ടോറിയം ഫാമിലി നമ്മളിവിടെ എല്ലാവരും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതിലൂടെ വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ജയ് ഈ ബയോട്ടോറിയം. മോൾ എല്ലാവർക്കും താങ്ക്സ്, സംസാരിച്ചവർക്ക് എല്ലാവർക്കും താങ്ക്സ്. താങ്ക് യു.